ഗൈസ് നമുക്ക് ഇതുപോലത്തെ മിനി ഫ്രെയിം ചെയ്തെടുത്താലോ. ഇതിന് നമുക്ക് കട്ടിയുള്ള ഒരു പേപ്പർ മാത്രം മതി കേട്ടോ, ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഇതിൽ ഏത് ഫോട്ടോ ആണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോൻ്റെ ഹൈറ്റും എടുത്ത് കൊടുക്കുക. ഹൈറ്റ് ഇപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു ഭാഗം ബോർഡർ ചെയ്തെടുക്കുക 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 ഭാഗത്ത് കൂടി ആകുമ്പോൾ 8 സെൻറ്റിമീറ്റർ. പിന്നെ ഫോട്ടോൻ്റെ അളവ് വന്നിട്ട് 10 സെൻറ്റിമീറ്ററും മൊത്തത്തിൽ 18 സെൻറ്റിമീറ്റർ ആണ് ഇതിൽ ഹൈറ്റ് വരുന്നത്. ഇതേപോലെ നമ്മൾ വിട്ടും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഹൈറ്റിൻ്റെ മേൽഭാഗത്തും താഴ്ഭാഗത്തും ആയിട്ട് 1 സെൻറ്റിമീറ്റർ രണ്ടാമത്തെ ലൈനിൽ ജസ്റ്റ് ഉള്ളിക്കായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോർണറിലായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 4 ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഫോൾഡ് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡിയായി. ദെൻ നമുക്കിതിൽ ഫോട്ടോ വെക്കണം. ഫോട്ടോ വയ്ക്കാൻ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഇങ്ങനെ തുറന്നു കൊടുത്തിട്ട് ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഗ്ലാസി എഫക്റ്റ് കിട്ടും. ഇതിൻ്റെ അളവ് തെറ്റിയാൽ പണി പാളും. പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്ര ഗൈസ്.